കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. ലാസലേറ്റും ഫാത്തിമയും മെജുഗുറിയായും ചൊല്ലുന്നു. ലോകം ഈ വിധം പോയിടിൽ നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടിവിയുടെ സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രിയപ്പെട്ട മക്കളുമായ എൻ്റെ സഹോദരങ്ങളെ, മറിയം കാലത്തിന്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഒക്ടോബർ മാസം 7-ാം തീയതി പരിശുദ്ധ അമ്മയുടെ ജപമാലയുടെ തിരുനാള് തിരുസഭ ആഘോഷിക്കുകയാണ്. ഈ ജപമാല മാസത്തിൽ ജപമാലയുടെ തിരുനാളിൽ ദൈവം ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ രാത്രിയിൽ സ്വീകരിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഞാൻ UK-യിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലൊരു ഒക്ടോബർ മാസത്തിൽ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് സഹോദരങ്ങൾക്ക് തീരുമാനിച്ചു, ഒക്ടോബർ മാസം 7-ാം തീയതി നമുക്ക് എത്രമാത്രം ജപമാല രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെല്ലാവോ അത്രമാത്രം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. എന്നാൽ അന്ന് വൈകുന്നേരം 7-ാം തീയതി രാത്രി ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങളൊരു വീട്ടിൽ ഒന്നിച്ചു കൂടാൻ തീരുമാനിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ ഒന്നിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അങ്ങനെ അന്ന് ഓരോരുത്തർക്കും എത്രമാത്രം ജപമാല അന്ന് ചൊല്ലി പ്രാർത്ഥിക്കാൻ സാധിച്ചുവെന്ന് പങ്കുവയ്ക്കും. അങ്ങനെ ജപമാലയുടെ തിരുനാൾ ദിവസം മാക്സിമം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ കൂട്ടായ്മയായിട്ട് തീരുമാനിക്കുകയാണ്. അന്ന് പലരും പല രീതിയിൽ, എല്ലാവരും ജോലിയൊക്കെ അവധിയൊന്നുമല്ല, ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം 7 മണിയായപ്പോൾ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാനായി ഞങ്ങൾ ഒന്നിച്ചു കൂടി. അപ്പോൾ പലരും പങ്കുവെച്ചു. ചിലര് 12 ജപമാല, ചിലര് 15-18 ജപമാല, ചിലര് 7, 8, 9 ജപമാല ഒക്കെ ചൊല്ലി പ്രാർത്ഥിച്ചവരുണ്ട്. ഇവരിൽ മിക്കവരും നേഴ്സുമാരാണ്, ഡോക്ടർമാരാണ്. ഇവരെല്ലാം ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഇന്ന് ലോകം മുഴുവനും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് സാത്താൻ വിറച്ചുകൊണ്ടിരിക്കുന്ന നിമിഷത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് എത്ര ജപമാല ചൊല്ലി? ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞു, അല്ലെ 8 മണിയായി. ഈ സമയം രാവിലെ മുതൽ ഈ സമയം വരെ എത്ര ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു എന്നൊന്ന് ഓരോരുത്തരും പരിശോധിച്ച് നോക്കിക്കേ. ചിലർ 1 ആകാം, ചിലർ 2 ആകാം, ചിലർ 3 ആകാം, 4 ആകാം, 5 ആകാം, 10, 20 ചൊല്ലിയവരൊക്കെ ഉണ്ടാകാം. ഇനി കിടക്കാൻ പോകുന്നതിന് മുമ്പ് സമയം അനുവദിക്കുമെങ്കിൽ 1, 2 ജപമാലയെങ്കിലും ചൊല്ലി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് ആ ദൈവാനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി ഇന്ന് സന്തോഷത്തോടെ ഉറങ്ങാൻ പോകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ജപമാലയിൽ നമ്മൾ ചൊല്ലുന്ന നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന സാത്താന്റെ കോട്ടകളെ തകർക്കുന്ന വെടിയുണ്ടകളാണെന്ന് നാം പല വിശുദ്ധാത്മാക്കളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവവും അതുതന്നെയാണ്. ജപമാലയിൽ നമ്മൾ ചൊല്ലുന്ന ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന എന്തുകൊണ്ടാണ് സാത്താൻ ജപമാല പ്രാർത്ഥനയെ ഇത്രമാത്രം ഭയക്കുന്നത്? ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന മക്കളെ കാണുമ്പോൾ സാത്താൻ വിറയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ ഉത്തരമാണ് എഫേസോസിന്റെ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. എഫേസോസിന്റെ ലേഖനത്തിന്റെ
6-ാം അധ്യായത്തിന്റെ 17-ാം തിരുലിഖിതത്തിൽ ഇപ്രകാരം കാണുന്നു: വചനം ആത്മാവിന്റെ വാളാണ് എന്ന്. ദൈവവചനം ആത്മാവിന്റെ വാളാണെന്നും ദൈവവചനം നമ്മൾ ചൊല്ലുമ്പോൾ, അത് ആവർത്തിക്കുമ്പോൾ ഒരു വലിയ ആത്മീയ യുദ്ധം സാത്താനെതിരെ നമ്മൾ ചെയ്യുകയാണെന്നും, ആത്മാവിന്റെ വാളായ ദൈവവചനത്താൽ സാത്താന്റെ കോട്ടകൾ തകർക്കപ്പെടുകയാണ് ആ നിമിഷത്തിലുമെന്നുള്ള തിരിച്ചറിവാണ് ഈ ജപമാലയുടെ തിരുനാൾ ദിവസം ആദ്യമായി നമ്മൾ ഏറ്റെടുക്കേണ്ടത്. എഫേസ്യോസ് 6:17 പറയുന്നു, ദൈവവചനം ആത്മാവിന്റെ വാളാണെങ്കിൽ ഇതുകൊണ്ടാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ വിറയ്ക്കുന്നത്. കാരണം ജപമാലയിൽ നമ്മൾ ചൊല്ലുന്നത് ദൈവവചനമാണ്. എന്നാൽ പല പെന്തക്കോസ്റ്റൽ സമൂഹത്തിലുള്ള സഹോദരങ്ങൾ ജപമാല ചൊല്ലരുതെന്നും, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് സാത്താനോടാണ് പ്രാർത്ഥിക്കുന്നതൊക്കെയുള്ള തെറ്റായ പ്രചരണങ്ങൾ ഈ ലോകത്ത് പ്രചരിപ്പിച്ചതുകൊണ്ട് പലരും ജപമാല ചൊല്ലാൻ മടിച്ചു നിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്നാ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്താണ് പരിശുദ്ധ ജപമാല എന്ന് നമ്മൾ തിരിച്ചറിയണം. ജപമാല ചൊല്ലരുതെന്നൊക്കെ പറയുന്ന മക്കൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആദ്യത്തെ അവരുടെ ആയുധം ജപമാല വചനാധിഷ്ഠിതമല്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ തിരിച്ചറിയണം, പരിശുദ്ധ ജപമാലയിൽ വചനമല്ലാത്ത ഒന്നുമില്ല. വചനാധിഷ്ഠിതമായ പ്രാർത്ഥനയാണ് പരിശുദ്ധ ജപമാല പ്രാർത്ഥനയെന്ന് നാം തിരിച്ചറിയുമ്പോൾ എത്രമാത്രം വിലപ്പെട്ട ആയുധമാണ് ജപമാല പ്രാർത്ഥന എന്ന് നമ്മൾ മനസ്സിലാക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗം ഈ ലോകത്തിന് നൽകിയിട്ടുള്ള തിന്മയ്ക്കെതിരെ പോരാടാനുള്ള ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ ജപമാല. ഈ സ്വർഗം ദൈവം ഈ ലോകത്ത് മനുഷ്യന് നൽകിയിരിക്കുന്ന തിന്മയ്ക്കെതിരെ സാത്താന്റെ കോട്ടകൾ തകർക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന ആത്മീയ ആയുധങ്ങളിൽ ഏറ്റവും ശക്തമായ ആയുധങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ ജപമാല പ്രാർത്ഥന എന്ന് നാം തിരിച്ചറിയുന്നത്. അത് വചനാധിഷ്ഠിതമായത് കൊണ്ടാണ്. ജപമാല പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ജപമാല പ്രാർത്ഥന നമ്മൾ ആരംഭിക്കുന്നത് ക്രൂശിത രൂപത്തിൽ പൊരിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ്. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം വചനാധിഷ്ഠിതമാണ്. ദൈവമാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചതെന്ന് ഉൽപ്പത്തി പുസ്തകം മുതൽ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്ന വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ക്രൂശിതനായ കർത്താവിനെ പിടിച്ചുകൊണ്ട് അതിനുശേഷം നമ്മൾ ചെല്ലുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. വചനാധിഷ്ഠിതമാണോ? വചനാധിഷ്ഠിതമാണ്. മത്തായിയുടെ സുവിശേഷത്തിന്റെ 6-ാം അധ്യായത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിക്കുക നമുക്ക് കാണാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന കർത്താവ് തന്നെ പഠിപ്പിച്ച പ്രാർത്ഥന, തിരുലിഖിതം എഴുതി വച്ചിരിക്കുന്ന വചനമാണ് നമ്മൾ ജപമാല പ്രാർത്ഥനയിൽ ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഇത് രണ്ടാമതായി നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന 3 പ്രാവശ്യം നമ്മൾ ചൊല്ലുന്നു. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന എന്താണ്? അത് വചനാധിഷ്ഠിതമാണോ? ലൂക്കായുടെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 28-ാം തിരുലിഖിതമാണ് ജപമാല പ്രാർത്ഥന ആദ്യ ഭാഗത്തിന്റെ ആദ്യം നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുക. ലൂക്കാ 1:28 പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ട മാലാഖ മറിയത്തിന്റെ അടുത്ത് വന്ന് പറയുന്നു, ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി,
കർത്താവ് നിന്നോടുകൂടെ. നമ്മൾ ഈ വചനമാണ് ആവർത്തിക്കുന്നത്. നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ദൈവകൃപയ്ക്ക് പകരം നന്മ എന്നാക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ചെല്ലുമ്പോൾ ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞ മറിയം. പല ഭാഷകളിലേക്ക് വരുമ്പോൾ അർത്ഥം ഒന്ന് തന്നെയാണ്. ഈ വചനമാണ് മത്തായിയുടെ സുവിശേഷം 1-28 വചനമാണ് ജപമാല പ്രാർത്ഥന ആദ്യ ഭാഗത്ത് നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. ഇനി ജപമാല പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്തിന്റെ 2ാം ഭാഗം, പരിശുദ്ധ കന്യകാമറിയം മംഗളവാർത്ത ലഭിച്ച ഉടനെ തന്റെ ഇളയമ്മയായ എലീശ പുണ്യവതിയെ ചെന്ന് കാണാൻ ചെന്നപ്പോൾ അമ്മയുടെ സാന്നിധ്യത്തിൽ, അമ്മയുടെ ഉദരത്തിലുള്ള കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ സാന്നിധ്യത്തിൽ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവളുടെ ഉദരത്തിൽ സ്രാവയോഗനായ ശിശു തുള്ളിച്ചാടി. എന്നിട്ട് വചനം എഴുതി വെച്ചിരിക്കുക, എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഉദ്ഘോഷിച്ചു. 1:42 നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. ഈ ഉദരഫലമായ ഈശോ, അനുഗ്രഹീതനായ ഈശോയാണെന്ന് നാം ജപമാല പ്രാർത്ഥന നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത് ഏറ്റുപറയുകയും ചെയ്യുന്നു. വചനാധിഷ്ഠിതമാണോ? തീർച്ചയായും അത് പൂർണ്ണമായി വചനാധിഷ്ഠിതമാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, യേശു നാമം നമ്മൾ ഉച്ചരിക്കുമ്പോൾ സാത്താൻ വിറയ്ക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയത്തിന്റെ 2ാം ഭാഗം, സഭ യേശുവിന്റെ അമ്മയായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും ഇപ്പോഴും പ്രാർത്ഥിക്കണമേ എന്ന് അമ്മയോട് ചേർന്ന് യാചിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ജപമാലയിൽ നമ്മൾ ചൊല്ലുന്ന ഓരോ പ്രാർത്ഥനകൾ അത് യേശുക്രിസ്തുവിൽ ആരംഭിക്കുന്നു, യേശുക്രിസ്തുവിൽ അവസാനിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് ജപമാല പ്രാർത്ഥന എത്രമാത്രം ശക്തിയുള്ളതാണെന്നും ജപമാല പ്രാർത്ഥന എത്രമാത്രം വിലപ്പെട്ടതാണെന്നും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ വചനമാണ്, നന്മ നിറഞ്ഞ മറിയമേ വചനമാണ്. ഇനി ഓരോ രഹസ്യങ്ങൾ, ദുഃഖത്തിന്റെ രഹസ്യമായിക്കോട്ടെ, പ്രകാശത്തിന്റെ രഹസ്യമായിക്കോട്ടെ, സന്തോഷത്തിന്റെ രഹസ്യമായിക്കോട്ടെ, മഹിമയുടെ രഹസ്യമായിക്കോട്ടെ, ഈ രഹസ്യങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ ജീവിതമാണ് നമുക്ക് മുൻപിൽ തുറന്നു വയ്ക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജീവിതമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പോൾ ജപമാല പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുന്ന ഇപ്രകാരമല്ലേ? ജപമാല ചൊല്ലുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മടിയിലിരുന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുമുഖം ധ്യാനിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മടിയിലിരുന്ന് നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലൂടെ ധ്യാനാത്മകമായി നമ്മൾ കടന്നു പോകുമ്പോൾ, വചനം ഏറ്റുപറഞ്ഞ് ആവർത്തിച്ച് യുദ്ധം ചെയ്ത് തിന്മയുടെ കോട്ടകളെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സാത്താൻ ഭയക്കുകയാണ് ജപമാല പ്രാർത്ഥനയും ജപമാല പ്രാർത്ഥന ചൊല്ലുന്ന വ്യക്തികളെയും. പ്രിയമുള്ളവരെ, ഇന്ന് എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും വ്യക്തികൾ അബദ്ധ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ജപമാല ചൊല്ലരുത് എന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നാം തിരിച്ചറിയണം, അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. അവർ ദൈവത്തിൽ നിന്നുള്ള പ്രചോദനമല്ല പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ജപമാല മാസത്തിൽ, പ്രത്യേകിച്ചും ജപമാലയുടെ ഈ തിരുനാൾ ദിവസം, ജപമാല പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ജപമാല അനുദിന ജീവിതത്തിന്റെ ആയുധമാക്കി മാറ്റണം. കാരണം സാത്താൻ അത്രമാത്രം നമുക്ക് ചുറ്റും കോട്ടകൾ കെട്ടുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങൾക്ക് ചുറ്റും കോട്ടകൾ കെട്ടുന്നുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും കോട്ടകൾ കെട്ടുന്നുണ്ട്, നമ്മുടെ കലാലയങ്ങൾക്ക് ചുറ്റും, നമ്മുടെ സ്ഥാപനങ്ങൾക്ക് ചുറ്റും
കോട്ടകൾ, നമ്മുടെ ഗവൺമെന്റിന് ചുറ്റും കോട്ടകൾ കെട്ടുന്നുണ്ട്. തിരിച്ചറിയുന്ന ഇപ്രകാരമാ, ജപമാലയിൽ നമ്മൾ ചൊല്ലുന്ന സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന, വചനം, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന പ്രാർത്ഥന വചനാധിഷ്ഠിതമാണ്. ഈ വചനാധിഷ്ഠമായ പ്രാർത്ഥനകളെല്ലാം സാത്താന്റെ കോട്ടകളെ തകർക്കുന്ന വെടിയുണ്ടകളാണ്. തിരിച്ചറിയുക. ബൈബിൾ ഉടനീളം ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തി തരുമ്പോൾ കൊരിന്തോസിന്റെ 2-ാം ലേഖനത്തിന്റെ 13-ാം അധ്യായത്തിന്റെ 13-ാം തിരുലിഖിതം ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം പ്രകടമായി നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അതിനാൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ തിരുവചനം ഉരുവിട്ട് തിന്മയ്ക്കെതിരെയുള്ള വലിയ പോരാട്ടമാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. പ്രിയമുള്ളവരെ, വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ഹൃദയത്തെ സ്പർശിക്കുവാൻ ഏറ്റവും എളുപ്പമുള്ള പ്രാർത്ഥന ജപമാല പ്രാർത്ഥനയാണ്. രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ഹൃദയത്തെ സ്പർശിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവന്റെ ഹൃദയത്തിൽ നിന്ന് കൃപാവരങ്ങൾ സ്വീകരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് പഠിപ്പിക്കുകയാണ്, രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ഹൃദയത്തെ സ്പർശിക്കുവാൻ ഏറ്റവും എളുപ്പമുള്ള പ്രാർത്ഥന ജപമാല പ്രാർത്ഥനയാണ്. അത് ഒരു പ്രാർത്ഥന ചൊല്ലി, ഒരു രഹസ്യം ചൊല്ലിക്കൊണ്ടോ അല്ലെ ഒരു ജപമാല ചൊല്ലിക്കൊണ്ടോ നമ്മൾ തൃപ്തരാകരുത്. ഇന്ന് പലപ്പോഴും പറ്റിയിരിക്കുന്ന അവസ്ഥ ഇതാണ്. ചിലപ്പോൾ ഞങ്ങൾ അച്ഛന്മാരിൽ പോലും സന്യാസിനികളിൽ പോലും കുടുംബങ്ങളിലൊക്കെ കാണുന്നൊരു അവസ്ഥയാണ്. കഷ്ടിച്ചൊരു ജപമാല ചെല്ലും, അന്ന് 2-മതോ 3-മതോ ഒരു ജപമാല ചെല്ലാനായിട്ട് പരിശ്രമം കുറവാണ് പല സ്ഥലങ്ങളിലും. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയുന്ന മറ്റൊരു കാര്യമുണ്ട്. ദുഃഖത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രകാശത്തിന്റെയും മഹിമയുടെയും രഹസ്യങ്ങൾ ആവർത്തിച്ച് മുഴുവൻ കൊന്ത 1, 2, 3 പ്രാവശ്യം ചൊല്ലുന്ന, അനുദിനം ചൊല്ലുന്ന ഒരു വലിയ മരിയൻ സൈന്യം ഇന്ന് ഈ ലോകത്തുണ്ട് എന്നുള്ള സത്യം. ജപമാല ചൊല്ലി അവർ ഒരു രഹസ്യം കൊണ്ട് തൃപ്തരാകുന്നില്ല, ഒരു കൊന്ത കൊണ്ട് തൃപ്തരാകുന്നില്ല. ഒരു മുഴുവൻ കൊന്ത 1, 2, 3, 4 പ്രാവശ്യം ചെല്ലുവാൻ സമയം കണ്ടെത്തുന്ന മക്കൾ ഇന്ന് ഈ ലോകത്ത്. അവർ മരിയം സൈന്യമായി ഇന്ന് ഈ ലോകത്ത് തിന്മയ്ക്കെതിരെ പോരാടുന്ന ശക്തമായ സൈന്യനിരയായി മുന്നോട്ട് പോകും. എന്നെയും നിങ്ങളെയും ഇന്ന് ഈ ജപമാലയുടെ തിരുനാൾ ദിവസം പരിശുദ്ധ അമ്മ വിളിക്കുന്നത് ഈ സൈന്യത്തിലെ അംഗങ്ങളാകുന്നതിന് വേണ്ടി. സ്നേഹമുള്ളവരെ, മിനിമം കൊണ്ട് തൃപ്തരാകുന്നവരാകാൻ പാടില്ല. ജപമാല പ്രാർത്ഥന ഇത്രമാത്രം ഈ ലോകത്തിന് ആവശ്യമുള്ള പ്രാർത്ഥനയായതിനാൽ ഒരു രഹസ്യം ചൊല്ലി, ഒരു ജപമാല ചൊല്ലി തൃപ്തരാകാൻ പാടില്ല. മരിയൻ സൈന്യത്തിന്റെ ജപമാല ആയുധമേന്തി ഈ ലോകത്ത് തിന്മയ്ക്കെതിരെ പോരാടുന്ന മരിയൻ സൈന്യത്തിലെ അംഗങ്ങളാകുവാൻ പരിശുദ്ധ അമ്മ ഇന്ന് നമ്മെ വിളിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ മരിയൻ സൈന്യത്തിന്റെ അംഗത്വം ലഭിക്കുവാൻ, ഈ സൈന്യത്തിൽ ചേർന്ന് സാത്താനെ പരാജയപ്പെടുന്ന പടയാളികളായി മാറുവാനുള്ള വിളിയാണ് ജപമാല പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതിനാൽ ഇന്ന് ഈ ജപമാലയുടെ തിരുനാൾ ദിവസം ജപമാല പ്രാർത്ഥനയെ അല്പം കൂടി സ്നേഹിക്കുന്നതിനും ജപമാല പ്രാർത്ഥന കൂടുതൽ ചൊല്ലി പ്രാർത്ഥിച്ച് തിന്മയെ പരാജയപ്പെടുത്തി ദൈവ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും നമുക്ക് പരിശ്രമിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ജപമാല പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലണമെന്ന് പരിശുദ്ധ അമ്മയുടെ ഈ ലോകത്തിലെ എല്ലാ പ്രത്യക്ഷപ്പെടലുകളും തന്നെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അമ്മയുടെ ഈ ലോകത്തിന്റെ എല്ലാ പ്രത്യക്ഷപ്പെടും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 95% പ്രത്യക്ഷപ്പെടുകളിലും മക്കളെ നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഈ ലോകത്ത് തിന്മയെ തകർക്കുവാൻ സ്വർഗം നൽകിയിരിക്കുന്ന ആയുധം ജപമാലയാണ്. അമ്മയുടെ വാക്കുകളാ. 1917 പരിശുദ്ധ അമ്മ
ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജപമാല കൂടുതൽ കൂടുതൽ ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന്റെ പ്രാധാന്യം അവൻ പറഞ്ഞു തന്നു. അതിനുശേഷം അമ്മ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. സിസ്റ്റർ ലൂസിയാണ് ആ പ്രാർത്ഥന പഠിപ്പിച്ചത്. അവന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ, എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ കാരുണ്യം ഏറ്റവും ആവശ്യമായ ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ എന്ന പ്രാർത്ഥന ഓരോ രഹസ്യങ്ങൾക്ക് ശേഷവും ജപമാലയിൽ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. എത്ര വലിയ പ്രാർത്ഥനയാണ് ഇത്! അമ്മ പഠിപ്പിച്ച പ്രാർത്ഥന തന്നെയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ജപമാലയുടെ ഈ തിരുനാൾ ദിവസം ജപമാല കരങ്ങളെടുത്തുകൊണ്ട് ജപമാലയിൽ നമ്മൾ ചൊല്ലുന്നതെല്ലാം ദൈവവചനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വർഗ്ഗസ്വനാ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ചൊല്ലിക്കൊണ്ട് ത്രിയേക ദൈവത്തെ സ്തുതിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥനയെന്ന് നമ്മൾ തിരിച്ചറിയും. ത്രിയേക ദൈവത്തെ സ്തുതിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന എങ്കിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നൽകുന്ന ഈ ജപമാല പ്രാർത്ഥന എത്രമാത്രം ആവർത്തിച്ച് നാം ചൊല്ലേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ. വിശുദ്ധ പാദ്രി പിയോ നമ്മുടെ നാടിന്റെ വലിയൊരു അനുഗ്രഹമാണ്. വിശുദ്ധ പാദ്രി പിയോ ഈ രാജ്യത്തിന്റെ, ഈ ലോകത്തിന്റെ അനുഗ്രഹമാണ്. ഇറ്റലിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച വിശുദ്ധൻ, ലോകം പോലും അറിയപ്പെടുന്ന വിശുദ്ധ പാദ്രി പിയോ സാത്താനെതിരെ വലിയ യുദ്ധം നടത്തി അനേകം ആത്മാക്കളെ ദൈവസേനയിലേക്ക് കൊണ്ടുവന്ന വിശുദ്ധ പാദ്രി പിയോ, പഞ്ചക്ഷരധാരിയായ പാദ്രി പിയോ, ഇപ്പോഴും അദ്ദേഹത്തിന്റെ ശരീരം അഴുകാതെ ഇത്ര നാളുകൾക്ക് ശേഷവും ഇറ്റലിയില് പിയാട്രൽച്ചിനോ എന്ന സ്ഥലത്ത് അഴുകാത്ത പാദ്രിയുടെ ശരീരം ഇപ്പോഴും ദൈവമഹത്വത്തിന് വേണ്ടി ദൈവം ക്രമീകരിച്ചിരിക്കുന്ന ആ വലിയ വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ജപമാല പ്രാർത്ഥന എല്ലാ കാലങ്ങളിലുമുള്ള വ്യക്തികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത് ഈ നൂറ്റാണ്ടിനോ ആ നൂറ്റാണ്ടിനോ ഈ കാലഘട്ടത്തിന് വേണ്ടിയല്ല. ലോകത്ത് എത്ര കാലം ഈ ലോകമുണ്ടോ അത്രയും കാലം, ലോകാവസാനം വരെ, എല്ലാ നൂറ്റാണ്ടുകളിലും എല്ലാ കാലഘട്ടത്തിലുമുള്ള ജനങ്ങൾക്ക് വേണ്ടി സ്വർഗം ക്രമീകരിച്ചിരിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥനയെന്ന് വിശുദ്ധ പാദ്രി പിയോ നമ്മെ പഠിപ്പിക്കുമ്പോൾ എത്രമാത്രം തീക്ഷ്ണതയോടുകൂടി, എത്രമാത്രം സ്നേഹത്തോടുകൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന് തിരിച്ചറിയുക. ഇതിന്റെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷങ്ങളിൽ പറഞ്ഞു, മക്കളെ, നിങ്ങൾക്കൊരു അപകടമുണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ. എന്താണ് അപകടം? ജപമാല പലപ്പോഴും ചെല്ലുമ്പോൾ ഇത് അധര വ്യായാമമായി മാറുന്നു. നിങ്ങളുടെ പ്രാർത്ഥന, ജപമാല പ്രാർത്ഥന, അത് ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയല്ലാതെ അധര വ്യായാമമായി മാറുന്നു. ഈ ജപമാല പ്രാർത്ഥനകൾ അത് അപകടകരമാണ്. ദൈവത്തിന്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന പ്രാർത്ഥന ജപമാല പ്രാർത്ഥനയാണെങ്കിൽ അത് ഹൃദയം കൊണ്ട് ചൊല്ലി പ്രാർത്ഥിക്കണം. നിന്റെ ഹൃദയവും യേശുവിന്റെ ഹൃദയവുമായി, ദൈവത്തിന്റെ ഹൃദയവുമായി ഐക്യത്തിൽ വേണം ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ. പലപ്പോഴും ഹൃദയം ഈ ലോകത്തിന് പല സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അധരം കൊണ്ട് ജപമാലയിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് അധര വ്യായാമമായി മാറുകയാ, ജപമാല പ്രാർത്ഥന പാഴായി പോവുകയാണെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു. അമ്മ കഞ്ചിക്കോട് റാണി ജോൺ എന്ന് പറയുന്ന സഹോദരിക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പറഞ്ഞു, മകളെ, നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന് മുൻപ് എന്നെ വിളിക്കണം. നിങ്ങൾ എന്നെ വിളിച്ച് എന്റെ കയ്യിലേക്ക് നീ ചെല്ലാൻ പോകുന്ന ജപമാല ഏൽപ്പിച്ചതാ. ഞാനും നിന്റെ കൂടെ ഇരുന്ന് ജപമാല ഉരുട്ടും, ഞാനും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയുന്ന ഒരു സത്യമാണ്, ജപമാല പ്രാർത്ഥന പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയല്ല, മറിച്ച് അമ്മയോട് കൂടെയുള്ള പ്രാർത്ഥനയാണ്. അമ്മയുടെ കൂടെ ഇരുന്നുള്ള പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. അതുകൊണ്ടല്ലേ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പഠിപ്പിച്ചത്, ജപമാല ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് ഈശോയുടെ തിരുമുഖത്തെ നമ്മൾ ധ്യാനിക്കുകയാണെന്ന്.
അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ജപമാലയിൽ പ്രാർത്ഥിക്കുമ്പോൾ. അമ്മ പറഞ്ഞു, മക്കളെ നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന മുമ്പ് എന്നെ വിളിക്കണം, എനിക്ക് നീ ഏൽപ്പിച്ചതാ, എൻ്റെ കൂടെ ഇരുന്ന് നിന്റെ കൈകളോടുകൂടി എൻ്റെ കൈകളും ഞാൻ നീ ഉരുട്ടുന്ന ജപമാല മണികൾ ഉരുട്ടി നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, നിന്നോട് കൂടെ ഇരുന്ന് ഞാനും പ്രാർത്ഥിക്കും. ഇത്ര വലിയ ദൈവാനുഭവത്തിന്റെ നിമിഷങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്നു. അമ്മ പറഞ്ഞു, നിന്റെ ഈ ജപമാല പ്രാർത്ഥന അത്തര വ്യായാമമായി മാറരുത്. നിന്റെ ഹൃദയവും എൻ്റെ ഹൃദയവും ഈശോയുടെ ഹൃദയവും ഐക്യപ്പെട്ടുകൊണ്ട് വേണം ജപമാലയിൽ പ്രാർത്ഥിക്കുവാൻ. നിങ്ങളുടെ സഹോദരങ്ങളെ, ഹൃദയം നുറങ്ങി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ അമ്മ ആവശ്യപ്പെടും. ഹൃദയം നുറങ്ങി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു നിയോഗവും സ്വർഗം തള്ളിക്കളയില്ല എന്നുള്ള ഉറപ്പാണ് പരിശുദ്ധ കന്യകാമറിയം നമുക്ക് നൽകുന്നത്. പ്രിയമുള്ളവരെ, സങ്കീർത്തന പുസ്തകത്തിന്റെ 34-ാം അധ്യായത്തിന്റെ 18-ാം തിരുലിഖിതം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറങ്ങി വേണം ജപമാല പ്രാർത്ഥിക്കുവാനെന്ന പരിശുദ്ധം പഠിപ്പിക്കുമ്പോൾ ഈ വചനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മിസ് ലൂയിസ് ദി മോൺഫോർട്ട് നമ്മൾ പഠിപ്പിച്ചില്ലേ, ഈ കർത്താവിന്റെ ഹൃദയത്തെ സ്പർശിക്കുവാൻ ഏറ്റവും എളുപ്പമുള്ള പ്രാർത്ഥന ജപമാല പ്രാർത്ഥനയാണ്. ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നമ്മുടെ ജപമാല പ്രാർത്ഥനകൾ അതിൻ്റെ ഏറ്റവും ശക്തിയായ ഇടപെടൽ നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ രാജ്യത്തുണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത്തരം വ്യായാമമാകാതെ ഹൃദയം നുറങ്ങി എൻ്റെ ഹൃദയവും പരിശുദ്ധ അമ്മയുടെ ഹൃദയം, വിമല ഹൃദയവും ഈശോയുടെ ഹൃദയവും ഐക്യപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥനയാക്കി നമ്മുടെ ഓരോ ജപമാലകളും മാറ്റുന്നതിന് വേണ്ടിയുള്ള കൃപ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ 11-ാം പിയൂസ് മാർപ്പാപ്പ ഇപ്രകാരം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ രാജ്യത്ത്, ഈ ലോകത്ത് സമാധാനം നിനക്ക് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജപമാല അനുദിനം മുടങ്ങാതെ ചൊല്ലി പ്രാർത്ഥിക്കുക. ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തരുവാനുള്ള അവസാനത്തെ സമ്മാനം. ഇതെന്റെ ഒരു സ്മാരകമായി നിങ്ങൾ സ്വീകരിക്കുക എന്ന് 11-ാം പിയൂസ് മാർപ്പാപ്പ തന്റെ അവസാന ഘട്ടത്തിൽ ലോകത്തോട് പറയുകയാണ്. നിന്റെ വ്യക്തി ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ രാജ്യത്തിൽ, ലോകത്ത് സമാധാനം അനുഭവിക്കണമെങ്കിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജപമാല അനുദിനം മുടങ്ങാതെ ചൊല്ലി പ്രാർത്ഥിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ജപമാലയുടെ ശക്തി എത്രമാത്രമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ ജപമാല ഭക്തരായി മാറുന്നതിന് വേണ്ടിയുള്ള കൃപ ലഭിക്കുവാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ജപമാലയുടെ തിരുനാൾ ദിവസം പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണം. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.